ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഒരു പോമാണ്. ഫ്രം എ റെയിൽവേ കാരിയേജ് എന്നാണ് ഈ ഒരു പോയത്തിൻ്റെ പേര്. എഴുതിയിട്ടുള്ളത് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ്. പോയം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നമുക്കത് നോക്കാം. Children who have travelled by trains would have had an exciting experience. എന്താ പറയുന്നത്? ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അറിയാം ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അനുഭവം എന്ന് പറയുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ ട്രെയിനിൽ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസസ് ഡിഫറെൻ്റ് ആണ്. നമ്മളിപ്പം നദിയുടെ മുകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ടണലിൻ്റെ ഉള്ളിലൂടെ ഉണ്ടാവുന്നത് അല്ലേ. ശബ്ദത്തിലും പ്രകാശത്തിലും ഒക്കെ വ്യത്യാസം വരും അല്ലേ. അപ്പോൾ ട്രെയിനിൽ സഞ്ചരിക്കുക എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. അത് ട്രെയിനിൽ ട്രാവൽ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അറിയാൻ പറ്റും. Besides the rhythm and movement of the train, there are the rushing scenes outside the window to look at. Rhythm എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? താളം അല്ലേ. അപ്പോൾ ട്രെയിനിൻ്റെ റിതവും അതേപോലെ അതിൻ്റെ മൂവ്മെൻറ്റും ഒക്കെ നമ്മൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ആസ്വദിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ അതിൻ്റെ അരികിലായിട്ട്, ബിസൈഡ്സ് മീൻസ് അരികെ, ദർ ആർ ദ റഷിംഗ് സീൻസ് ഔട്ട്സൈഡ് ദ വിൻഡോ ടു ലുക്ക് അറ്റ്. ട്രെയിനിൻ്റെ റിതവും മൂവ്മെൻറ്റും ഒക്കെ അല്ലാതെ അതിൻ്റെ കൂടെ നമ്മൾ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് പുറത്തുള്ള കാഴ്ചകൾ. വിൻഡോയിലൂടെ നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ വ്യത്യസ്തമായ പ്രദേശത്തു കൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൂടെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്, ഒരു ട്രെയിനിൻ്റെ മൂവ്മെൻറ്റിനേക്കാളും അതിൻ്റെ റിതത്തിനേക്കാളും ഒക്കെ ഉപരി അല്ലേ. Here, the poet presents a thrilling experience of a train journey in the 19th century. എന്താണ്? 19ാം നൂറ്റാണ്ടിൽ നടന്നിട്ടുള്ള ഒരു ട്രെയിൻ ജേണിയുടെ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, ത്രില്ലിംഗ് ആയിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ഒരു പോയത്തിലൂടെ നമ്മളുടെ പോയറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കവിത നോക്കാം. Faster than ferries, faster than witches, bridges and houses, hedges and ditches, and charging along like troops in a battle. അപ്പോൾ ഇവിടെ നമ്മളുടെ ട്രെയിനിൻ്റെ ജേണിയെക്കുറിച്ചാണ് പറയുന്നത്. ട്രെയിൻ എങ്ങനെയാണ് പോകുന്നതാണ് പറയുന്നത്. ഫാസ്റ്റർ ദാൻ ഫെറീസ്, ഫെറീസ് എന്ന് പറഞ്ഞാൽ യക്ഷികൾ അല്ലെങ്കിൽ അപ്സരസുകൾ എന്നൊക്കെയാണ് മീനിങ് വരുന്നത്. ഫാസ്റ്റർ ദാൻ വിച്ചസ്, വിച്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുർമന്ത്രവാദികൾ എന്നാണ്. അപ്പോൾ നമ്മളുടെ ട്രെയിനിൻ്റെ യാത്ര എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഫാസ്റ്റർ ദാൻ ഫെറീസ്, യക്ഷികളെക്കാൾ വേഗത്തിൽ. ഫാസ്റ്റർ ദാൻ വിച്ചസ്, ദുർമന്ത്രവാദികളെക്കാൾ വേഗത്തിലാണ് നമ്മളുടെ ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രിഡ്ജസ് ആൻഡ് ഹൗസസ്, ഹെഡ്ജസ് ആൻഡ് ഡിച്ചസ്. ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, പാലം. ഹൗസസ്, വീടുകൾ. ഹെഡ്ജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേലിയാണ് ഉദ്ദേശിക്കുന്നത്, ഫെൻസ് കേട്ടോ, വേലിയാണ്. ഡിച്ചസ് എന്ന് പറഞ്ഞാൽ ഓട അല്ലെങ്കിൽ കിടങ്ങ് എന്നൊക്കെ പറയില്ലേ, അതാണ് ഡിച്ചസ്. അപ്പോൾ എന്താണ് പറയുന്നത്? ഈ ഒരു ട്രെയിന് പാലങ്ങളെയും വീടുകളെയും അതേപോലെ വേലികളെയും പിന്നെ എന്താണ് ഓടകൾ അല്ലെങ്കിൽ എന്താണ് കിടങ്ങുകൾ, ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് മുന്നോട്ട് കുതിക്കുകയാണ് ഈ ഒരു ട്രെയിൻ. ആൻഡ് ചാർജിങ് അലോങ് ലൈക്ക് ട്രൂപ്സ് ഇൻ എ ബാറ്റിൽ. ബാറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? യുദ്ധം അല്ലേ. ട്രൂപ്സ് എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സോൾജിയേഴ്സിനെയാണ്, പട്ടാളക്കാരെയാണ്. അപ്പോൾ ഒരു ബാറ്റിൽ ഫീൽഡിലേക്ക്, ഒരു യുദ്ധക്കളത്തിലേക്ക് സൈനികരെ എങ്ങനെയാണോ കുതിച്ചു പായുന്നത് അതേപോലെയാണ് ഈ ഒരു ട്രെയിന് മുന്നോട്ട് നീങ്ങുന്നത് എന്നാണ് പറയുന്നത്. ഓൾ ത്രൂ ദ മെഡോസ്, ദ ഹോസസ് ആൻഡ് കാറ്റിൽ. മെഡോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുൽമേടുകൾ എന്നുള്ളതാണ്. ഹോസസ് എന്ന് പറഞ്ഞാൽ കുതിരകൾ, കാറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കന്നുകാലികളാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ട്രെയിന് കന്നുകാലികളും അതേപോലെ ഹോസസും ഒക്കെ മേഞ്ഞ് നടക്കുന്ന പുൽമേടുകളുടെ ഉള്ളിലൂടെയൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഈ ഒരു പിക്ചർ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ്? അവിടെ ഹോസസ് ഉണ്ട്, കാറ്റൽസ് ഉണ്ട്, മെഡോസ് ഉണ്ട് അല്ലേ. അതിനുള്ളിലൂടെയാണ് നമ്മളുടെ റെയിൽവേ ട്രാക്ക് ഉള്ളത്, അതിലൂടെയാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത്. ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത് കേട്ടോ. All of the sides of the hill and the plain fly as thick as driving rain. ഇവിടെ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ചകൾ, സൈഡ്സ് എന്ന് പറഞ്ഞാൽ കാഴ്ചകളാണ്. ഹിൽ ആൻഡ് പ്ലെയിൻ. ഹിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കുന്ന് അല്ലേ, അല്ലെങ്കിൽ മല. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ സമതലങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കുന്നുകളും സമതലങ്ങളും ഒക്കെ എങ്ങനെയാണ് കാണപ്പെടുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്ലൈ ആസ് തിക്ക് ആസ് ഡ്രൈവിംഗ് റെയിൻ. എന്താ ഉദ്ദേശിക്കുന്നത്? ഡ്രൈവിംഗ് റെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെയിൻ ബ്ലോൺ ബൈ ദ വിൻഡ്.
അതായത് മഴ പെയ്യുന്ന സമയത്ത് കാറ്റടിക്കുമ്പം കാറ്റ് ഏത് വശത്തേക്കാണോ പോകുന്നത് ആ വശത്തേക്ക് മഴ ചരിഞ്ഞ് പെയ്യുന്നതായിട്ട് കാണാം, മഴത്തുള്ളികൾ ചരിഞ്ഞ് വീഴുന്നതായിട്ട് കാണാം അല്ലേ നമുക്ക്. അതേപോലെ പുറകോട്ടാണ് ഈ മലകളും അതേപോലെ സമതലങ്ങളും ഒക്കെ കാണപ്പെടുന്നത്. അതായത് അത്രയും ഫാസ്റ്റായിട്ട് ട്രെയിൻ മൂവ് ചെയ്യുന്ന സമയത്ത് മലകളും കുന്നുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിയുക മഴത്തുള്ളികൾ കാറ്റത്ത് ചരിഞ്ഞ് ഭൂമിയിലേക്ക് പതിക്കുന്നത് പോലെയാണ് എന്നാണ് പറയുന്നത്. ആൻഡ് എവർ അഗെയിൻ ഇൻ ദ വിങ് ഓഫ് എൻ ഐ പെയിൻറ്റഡ് സ്റ്റേഷൻസ് വിസിൽഡ് ബൈ. എന്താ പറയുന്നത്? ഇൻ ദ വിങ് ഓഫ് എൻ ഐ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് പെയിൻറ്റഡ് സ്റ്റേഷൻസ് വിസിൽഡ് ബൈ. പെയിൻറ്റഡ് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞാൽ പെയിൻ്റ് അടിച്ച റെയിൽവേ സ്റ്റേഷൻസ്. അപ്പം പല സ്റ്റേഷനും മറികടന്നാണ് ട്രെയിൻസ് പോവുക. അപ്പോൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് ഓരോ സ്റ്റേഷൻസും പാസ് ചെയ്ത് പോവുകയാണ്. ട്രെയിന് വിസിലടിച്ചിട്ടാണ് മൂവ് ചെയ്യുക അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട്, സിനിമകളിലെങ്കിലും കണ്ടിട്ടുണ്ടാവും, നേരിട്ട് കണ്ടിട്ടില്ലാത്തവർ. അപ്പോൾ നിശ്ചിതമായ ഇടവേളകളിൽ പെട്ടെന്ന് തന്നെ ഓരോ സ്റ്റേഷനും മറികടന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപായിട്ട് ട്രെയിന് മുൻപോട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റാൻസയാണ്. ഈ ഒരു സ്റ്റാൻസയിൽ പോയിട്ട് പറയുന്നത് ഒരു റെയിൽവേ കാരേജിൻ്റെ ഉള്ളിലിരുന്ന്, അതായത് ഒരു റെയിൽവേ കോച്ചിൻ്റെ ഉള്ളിലിരുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളെക്കുറിച്ചാണ്. ഓക്കെ. Here is a child who clambers and scrambles all by himself and gathering brambles. Clambers means വളരെ ബുദ്ധിമുട്ടി കൈയും കാലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മലയുടെയൊക്കെ മുകളിലേക്ക് ക്ലൈംബ് ചെയ്യുക, കയറുന്നതിനെയാണ് ക്ലാമ്പേഴ്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സ്ക്രാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും പറ്റിപ്പിടിച്ച് ഇങ്ങനെ കയറിയില്ലേ, വളരെ കഷ്ടപ്പെട്ട് പറ്റിപ്പിടിച്ച് കയറുന്നതിനെയാണ് സ്ക്രാമ്പിൾസ് എന്ന് പറയാം. ബ്രാബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക്ബെറീസ് ഒക്കെ ഉണ്ടാവുന്ന മുള്ളുള്ള ചെടി ഉണ്ടല്ലോ, അതിനെയാണ് ബ്രാബിൾസ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കാണുന്ന കാഴ്ചയാണ് പറയുന്നത്. ഒരു കുട്ടി വളരെയധികം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഒരു കുന്നിൻ മുകളിലേക്ക് കയറിയതിന് ശേഷം ആ ഒരു കുന്നിൻ മുകളിലുള്ള മുൾച്ചെടിയിൽ നിന്ന് ബ്ലാക്ക്ബെറീസ് ശേഖരിക്കുകയാണ്. ഇതാണ് ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചയായിട്ട് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് കേട്ടോ. ഹിയർ ഇസ് എ ട്രാമ്പ് ഹു സ്റ്റാൻഡ്സ് ആൻഡ് ഗെയ്സസ്. ട്രാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടോടി അല്ലെങ്കിൽ യാചകൻ എന്നുള്ളതാണ്. അപ്പോൾ ഒരു യാചകൻ എന്ത് ചെയ്യുകയാണ്? കുതിച്ചു പായുന്ന ഈ ഒരു ട്രെയിനിനെ കണ്ടിട്ട് വളരെ അത്ഭുതത്തോടു കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഗെയ്സ് മീൻസ് ലുക്ക് ഇൻ അമേസ്മെൻറ്റ് ഫോർ എ ലോങ് ടൈം. കുറേ സമയത്തേക്ക് അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ആ ഒരു ട്രാമ്പ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് രണ്ടാമത് കാണുന്ന കാഴ്ച ട്രെയിനിനകത്ത് നിന്ന്. ആൻഡ് ഹിയർ ഈസ് ദ ഗ്രീൻ ഫോർ സ്ട്രിങ്ങിങ് ദ ഡെയ്സീസ്. നെക്സ്റ്റ് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് പച്ചപ്പ് നിറഞ്ഞ പ്രദേശം അല്ലെങ്കിൽ പുൽമേട്. ഫോർ സ്ട്രിങ്ങിങ് മീൻസ്, സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നൂലല്ലേ. സ്ട്രിങ്ങിങ് മീൻസ് നൂലിൽ കോർക്കില്ലേ, അതിനെയാണ് പറയുക. പൂക്കളൊക്കെ നൂലിൽ കോർക്കുക. ഡെയ്സീസ് എന്ന് പറഞ്ഞാൽ ഡെയ്സി പുഷ്പങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ ഡെയ്സി പൂക്കൾ സ്ട്രിങ്ങിൽ, അതായത് നൂലിൽ കോർക്കാൻ പറ്റിയ ഡെയ്സി പുഷ്പങ്ങൾ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണ് നെക്സ്റ്റ് കാണുന്നത്. ഹിയർ ഇസ് എ കാർട്ട് റൺ അവേ ഇൻ ദ റോഡ് ലംബിങ് അലോങ് വിത്ത് മാൻ ആൻഡ് ലോഡ്. അപ്പോൾ നെക്സ്റ്റ് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു കാർട്ടാണ്. കാർട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാളവണ്ടി അല്ലെങ്കിൽ കുതിരവണ്ടി എന്നൊക്കെ പറയില്ലേ, അതാണ്. ആ ഒരു വണ്ടിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ട്? നിയന്ത്രണം വിട്ടിട്ടുണ്ട്. റണ്ണവേ എന്ന് പറഞ്ഞാൽ നിയന്ത്രണം വിട്ടു. അപ്പോൾ ഇൻ ദ റോഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് റോഡിൽ ഒരു നിയന്ത്രണം വിട്ട കാളവണ്ടി അല്ലെങ്കിൽ കുതിരവണ്ടി കണ്ടു. ലംബിങ് അലോങ് വിത്ത് മാൻ ആൻഡ് ലോഡ്. ലംബിങ് മീൻസ് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മുന്നോട്ട് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അലോങ് വിത്ത് മാൻ ആൻഡ് ലോഡ്, ആ ഒരു വണ്ടിയിലുള്ള വണ്ടിക്കാരനെയും അതേപോലെ തന്നെ ആ ഒരു വണ്ടിയിലുള്ള ഭാരവും വഹിച്ചുകൊണ്ട് നിയന്ത്രണം വിട്ട ആ ഒരു കാർട്ട് വളരെ ബുദ്ധിമുട്ടി മുന്നോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാഴ്ചയാണ് അടുത്തതായിട്ട് ട്രെയിനിനകത്ത് നിന്ന് കാണുന്നത് എന്നാണ് പറയുന്നത്. ആൻഡ് ഹിയർ ഇസ് എ മിൽ ആൻഡ് ദർ ഇസ് എ റിവർ ഈച്ച് എ ഗ്ലിംസ് ആൻഡ് ഗോൺ ഫോർ എവർ. അപ്പം ഇവിടെ ഒരു മില്ല് കാണുന്നുണ്ട്, അവിടെ ഒരു റിവർ കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈച്ച് എ ഗ്ലിംസ് ആൻഡ് ഗോൺ ഫോർ എവർ. ഗ്ലിംസ് മീൻസ് ഒരു ഒറ്റ നോട്ടം, ആൻഡ് ഗോൺ ഫോർ എവർ. അപ്പം ഇവിടെ മില്ലും അവിടെ റിവറും എന്നാണ് പറയുന്നത്. അപ്പം എല്ലാം പെട്ടെന്ന് എന്താവുന്നുണ്ട്? അപ്രത്യക്ഷമാകുന്നുണ്ട്. ഒരൊറ്റ നോട്ടമേ എല്ലാം കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ
എന്നേക്കുമായിട്ട് അതങ്ങ് പോവും. എന്താണെന്ന് വെച്ചാൽ അത്രയും ഫാസ്റ്റായിട്ട് തീവണ്ടി മുൻപോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു റെയിൽവേ കാരിയേജിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്നാണ് കവി പറയുന്നത്. സോ ഇത്രയാണ് ഈ ഒരു പോയം വരുന്നത്. ഫ്രം എ റെയിൽവേ കാരിയേജ് എന്ന് പറയുന്ന ഈ ഒരു പോം എഴുതിയിട്ടുള്ളത് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ്. അപ്പോൾ ഓഥറിനെ കുറിച്ച് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് നോക്കി വെക്കേണ്ടതാണ്. അദ്ദേഹം ജനിക്കുന്നത് 1850 മരിച്ചത് 1894. ഹി വാസ് എ സ്കോട്ടിഷ് നോവലിസ്റ്റ്, പോയിറ്റ്, എസേയിസ്റ്റ് ആൻഡ് ട്രാവൽ റൈറ്റർ. അപ്പോൾ അദ്ദേഹം ഒരു സ്കോട്ട്ലൻഡുകാരനാണ്. അപ്പോൾ സ്കോട്ടിഷ് നോവലിസ്റ്റാണ്, പോയിറ്റാണ്, എസേയിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രബന്ധകർത്താവ്, ആൻഡ് ട്രാവൽ റൈറ്റർ അതായത് യാത്രാവിവരണം. അപ്പം ഇത്രയും നിലകളിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു. ഹി ഈസ് വെൽ നോൺ ഫോർ ഹിസ് ചിൽഡ്രൻസ് ക്ലാസിക്സ് ടു. അത് മാത്രമല്ല അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് ക്ലാസിക്സ് എഴുതിയിട്ടുണ്ട്. അതിലും അദ്ദേഹം വളരെ പ്രഗത്ഭനായിരുന്നു എന്നാണ് പറയുന്നത്. ഹിസ് മോസ്റ്റ് ഫേമസ് വർക്ക്സ് ആർ ട്രഷർ ഐലൻഡ്, കിഡ്നാപ്ഡ് ആൻഡ് സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൽ ആൻഡ് മിസ്റ്റർ ഹൈഡ്. അപ്പോൾ ഇവയെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ വർക്ക്സ് ആണ്. He also composed music for the flageolet, a kind of cade soprano recorder. ഫ്ലേജ്ലെറ്റ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഉപകരണമാണ്. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം മ്യൂസിക്കും കമ്പോസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. See you with another video. Thanks for watching.